ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പീസിയ പ്ലാന്റ് ആണ്. വളരെ അടിപൊളിയായിട്ട് ചെറിയ പൂക്കളിലായിട്ട് വെറൈറ്റി ലീഫും വെറൈറ്റി പൂവായിട്ടുള്ളൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ എപ്പീസിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഏത് രീതിയിലും നമുക്ക് വളരെ അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. പോട്ടിൽ വെച്ച് കൊടുക്കാം, വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് വെക്കാം, ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാം, അതുപോലെ തന്നെ നമ്മൾ മതിലിൽ മൊത്തത്തിൽ പടർത്തിയെടുക്കാം. എല്ലാ രീതിയിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു എപ്പീസിയ പ്ലാന്റ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ ലീഫ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു സിൽവർ ടച്ചാണ് ഈ ഗ്രീനിലേക്ക് വരുന്നത്. ഒരു അടിപൊളി കോൺട്രാസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ലീഫിനുള്ളത്. പല വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം. ഈ ഒരു വെറൈറ്റി നോക്കൂ, നേരത്തെ നമ്മൾ റെഡ് കളറാണ് കണ്ടെങ്കിൽ ഈ ഒരു കളറിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലീഫ് നോക്കൂ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നേരത്തെ ഒരു ഗ്രീനും ആഷും ആയിരുന്നു നമ്മൾ കളർ കോമ്പിനേഷൻ കണ്ടത്. ഇപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു കളറുകൾ മിക്സ് ചെയ്തിട്ടാണ്. ഒരു ഗ്രീൻ ഉണ്ട്, ഒരു ഡാർക്ക് ഒരു ടോൺ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ലീഫ് തന്നെ മതി നമുക്ക് ഫ്ലവറിനെക്കാട്ടിയും ബെസ്റ്റാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട ഒരു വെറൈറ്റി ഒന്ന് അത് കേട്ടോ. ഞാൻ പിടിച്ചോളാം. ഇതൊരു ഡാർക്ക് ഗ്രീനാണ്, അതുപോലെ തന്നെ സിൽവർ ടച്ച് എവിടേക്കോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ബ്രൗൺ എന്നല്ല പറയുന്നത്, നമ്മളൊരു ചാണകത്തിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായിട്ട് വരുന്നൊരു കളറാണ് ഇതിൽ വരുന്നത്. എപ്പീസിയ പ്ലാന്റ് നോക്കിയാലും വെച്ചാൽ ഗ്രീൻ കളറാണെങ്കിലും പക്ഷേ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ആഷ് കളറാണ്. ഈ ഒരു ആഷ് കളർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് ഈ റെഡ് ഫ്ലവറും കൂടി വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പോട്ടിലാണ് കുഴിച്ചിട്ടിട്ടെങ്കിൽ ഈ ഒരു എപ്പീസിയ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എപ്പീസിയ പ്ലാന്റ് എല്ലാവരും പറയുന്നത് ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല എന്നാണ്. അത് ശരിയാണ്. നമ്മൾ കാലക്രമേണ അതിന് നമ്മൾ റീപോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ഹാങ്ങിങ് ആവുന്ന വള്ളി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ഈ ഒരു ബൾക്കായിട്ടുള്ളത് നിലനിർത്താൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ചെടിയും ഒരു കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കഴിയുമ്പോൾ കുറച്ചൊന്ന് പിന്നോട്ടാവും. അപ്പോൾ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക, പുതുതായിട്ട് ഇതുപോലെ തന്നെ വളർത്തിയെടുക്കുക. ആ കാര്യമാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് എപ്പീസിയ പ്ലാന്റിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഉണ്ടായി വരുന്ന സമയത്ത് ഗ്രീൻ ആണെങ്കിലും പിന്നീട് ഇതിൻ്റെ ലീഫ് ഗ്രീനൊക്കെ മാറി ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലുള്ള പൂവാണ്. അപ്പോൾ നമുക്ക് പൂവ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂവാണ് വരുന്നത്. ഇതിനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ലീഫാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കറിയാം ഒരു പിങ്ക് ലൈന് പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ സിൽവർ ലൈൻ പോയതുപോലെ തന്നെ ഒരു പിങ്ക് ലൈന് ഇതിൻ്റെ നടുവ് കൂടെ പോകുന്നുണ്ട്. അപ്പം ഓരോ ചെടിയും എപ്പീസിയ പ്ലാന്റ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. നമ്മളിത് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതുണ്ട്, അതുപോലെ തന്നെ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതും ഉണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ് എടുക്കുക, കുഴിച്ചിടുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ലീഫൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ബെറ്ററായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കുഴിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റുള്ളൊരു ഏരിയയിൽ വേണം ഇത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മഴക്കാല സീസണിലായാലും ഇതിന് പൂക്കളുണ്ടാവും. ഇപ്പം നല്ലോണം മഴ കിട്ടുന്നൊരു സീസണാണ്. എന്നിട്ടും പൂവ് നന്നായിട്ട് നിറച്ചുണ്ട്. അപ്പോൾ ഒരുപാട് മഴ കിട്ടുന്ന ഏരിയയിലല്ലാതെ ഒരു സൺഷെയ്ഡ് ഏരിയയിൽ നോക്കിയിട്ട് ഈ ചെടി വെക്കാൻ ശ്രമിക്കുക. മഴക്കാലത്തൊക്കെ അങ്ങനെയാവുന്ന സമയത്ത് ചെടി കേട് കൂടാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിന് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഇടാനും ഹോളിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. പോട്ടുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് നല്ല വലുപ്പത്തിലായി വരുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചെറിയ പോട്ടുകളാണെങ്കിൽ ആ ഒരു ഹൈറ്റിലും വലുപ്പത്തിലുമാണ് ഈ ചെടി ഉണ്ടാകുന്നത്. നല്ല വലുപ്പമുള്ള പോട്ടിലാണ് ഇതിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തത്. നല്ല മരത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിറച്ചും നല്ലോണം ചെടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലേക്ക് ഈ ഒരു ലീഫ് നന്നായിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്.
അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഈ ചെടികൾക്ക് എന്തായാലും മസ്റ്റാണ്. നമ്മൾ വെയിലില്ലാത്തൊരു സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഇലകളുടെ ഈ വേരിയേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു എന്താ പറയുക ആഷ് കളറിലുള്ള ഷെയ്ഡൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്തായാലും ഒരു സൺലൈറ്റ്, ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ചെടികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എപ്പീസിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പൂക്കളുടെ വിശേഷം, വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.